വലിച്ചോടാ, വലിച്ചോ വലിച്ചോ. നല്ല തണുപ്പല്ലേ? ആരാത്? എന്താ അവിടെ? സാറ് ചോദിച്ചു കേട്ടില്ലേ? പറയാൻ എന്താ മോന്റെ പേര്? പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മോനിപ്പോ ആശുപത്രിയിലാ. ബോധം തെളിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചോളാം സാറേ. ഉത്തരവൻ പെട്ടെന്ന് പറഞ്ഞോളൂ. ഡോക്ടറെ കണ്ടിട്ടതോ കൊള്ളാവുന്ന കുടുംബത്തിലാന്ന് തോന്നുന്നു. നിങ്ങളോട് ആരാ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പേഷ്യൻ്റ് ഓക്കെ ആകുമ്പോൾ ഞാൻ അറിയിച്ചോളാം. അപ്പം മതി ചോദ്യം ചെയ്യലും തെളിയിക്കലും ഒക്കെ. പ്ലീസ് വാ. പേടിക്കണ്ട, പോലീസ് ഒന്നും ഇങ്ങോട്ട് വരില്ല. അവർ മോനെ ഒന്നും ചെയ്യില്ല. മോൻ പേടിക്കാതെ പറ. എന്താ മോൻ്റെ പേര്? മോൻ്റെ വീട് എവിടെയാ? കരയല്ലേ ചേച്ചി, പറയേ. പോലീസിനെ കണ്ടപ്പോൾ മോൻ എന്തിനാ ഓടിയത്? പറമോനെ, ആരൊക്കെ മോന്റെ വീട്ടിലുള്ളത്? കരയല്ലേ. കുട്ടി റെസ്റ്റ് എടുക്കട്ടെ. ലെറ്റ് us wait. ഓക്കേ. എന്താ മോന്റെ പേര്? എന്റെ പേര് ബാസ്. മുഴുവൻ പേര് പാറക്കുളങ്ങര സത്യനാഥൻ ഭാസ്കരൻ. ഭാസ്കരൻ? അതൊരു പഴയ പേരാണല്ലോ. പി ഭാസ്കരൻ മാഷിനെയും വയലാറിനെയും അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമൂത്ത് അച്ഛൻ എനിക്കും ഭാസ്കരൻ എന്ന പേരിട്ടു. സ്കൂളിലെത്തിയപ്പോ കുട്ടികൾ ആ പേര്
പകർന്നാക്കി തിരുത്തി. കണക്കിൽ നോക്കും മണ്ടം പാക്കരൻ, കളിയിൽ തോക്കുമ്പോ കിഴങ്ങൻ പാക്കരൻ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള പേരെ വിളിച്ച് വിളിച്ച് എന്റെ പേരിന്റെ എണ്ണം കൂടി. 9ാം ക്ലാസ് എത്തിയപ്പോ എന്റെ പേര് ചുരുക്കി പാസന്നാക്കിയതാ. പക്ഷെ ആരും എന്നെ ആ പേര് വിളിച്ചില്ല, എന്റെ അമ്മ പോലും. എങ്കിൽ ഞാൻ വിളിച്ചോളാം. ഹാസ് പോരെ? ആട്ടെ, ഹാസിന്റെ അച്ഛൻ അമ്മ. അമ്മ അമ്മ അമ്മയുടെ പേര് പ്രിയ, ബാങ്കിലാ ജോലി. അമ്മയുടെ ഫ്രണ്ട് സീനത്താൻഡിക്ക് ഒരു ക്ലിനിക് ഉണ്ട്. ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ നോക്കുന്ന ഒരു ആശുപത്രി അത്. ജോലി കഴിഞ്ഞ് വരുമ്പോ മിക്കവാറും ദിവസം അമ്മ അവിടെ കയറും. ഞാൻ കുറച്ച് വൈകി വരാം. ഭാസ്കരൻ വന്നല്ലോ അല്ലേ? അവരുടെ മോളും ഞാനും നല്ല ഫ്രണ്ട്സാ. ക്ലിക്ക് ചെയ്യുമ്പോഴാ ചിരിക്കണ്ടേ, അത് കഴിഞ്ഞിട്ടല്ല. ഡാൻസ് കളിക്കുമ്പോഴേ ആരും കണ്ണട വെക്കില്ല. പപ്പയുടെ മോള് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. അങ്കിളെ ഒരു ഫോട്ടോ. ഭാസ്കര, നീ ഇവിടെ തന്നെ നിന്നിങ്ങനെ കറങ്ങാതെ പോയി എല്ലാവരുടെയും ഫോട്ടോ എടുക്ക്. ഇത്തവണ നീയാണ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. താങ്ക് യു അങ്കിൾ. പോട്ടെ. മിടുക്കിയായിട്ടുണ്ട്. പോകാം. അടുത്തതായി നേഹ റഹ്മാനെ ക്ഷണിക്കുന്നു. പാട്ട് കേൾക്കുമ്പോൾ മോള് തുടങ്ങിക്കോ. പപ്പ അവിടെ തന്നെ ഉണ്ട്. ജോസേ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. സോറി അങ്കിൾ. അയ്യോ, കൊണ്ട് കൊടുക്ക. സോറി നയ, ഞാൻ ഓർത്തില്ല. അപ്പോ ഹാസിന്റെ അച്ഛനോ? അച്ഛൻ STC 13/2012 പാറക്കുളങ്ങര ഗോവിന്ദപ്പണിക്കർ മകൻ സത്യനാഥൻ, സ്കൂൾ മാഷ്, 40 വയസ്സ്. സത്യനാഥൻ. അതെ, ഒരു ലേശം വഴി. ഓ, ന്യൂ ജനറേഷൻ. ഒരു ഓൾഡ് അങ്ങോട്ട് പൊക്കോട്ടെ. വായിക്കൂ. 2012 ഡിസംബർ 22 വെള്ളിയാഴ്ച രാത്രി പുതിയേടത്ത് സത്യനാഥൻ എന്ന ടീ പ്രതി അമിതമായി മദ്യപിച്ച് റോഡിലൂടെ നടക്കുകയും അശ്ലീല ഗാനങ്ങൾ ഉച്ചത്തിൽ പാടി വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുകയും ചെയ്തു. ടിയാൻ അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ടിയാനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ടിയാൻ അവരോടും തട്ടിക്കയറുകയും രാത്രി നേരത്ത് വഴിയിൽ അരാജകാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്തതാണോ? മാഷ് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾസ്. സ്കൂളിന്റെ പേരിൽ വിവേകമുണ്ട്,
പക്ഷെ മാഷ്ക്കതില്ലല്ലോ. ഏത് പാട്ടാ മാഷ് പാടിയത്? ആ അത് ഉം, ഉം, ഉം. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൂലച്ചപ്പോൾ മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ടു ചുവന്നു. 3000 രൂപ പിഴ. കോടതി പിരിയുന്നത് വരെ പുറത്ത് നിൽക്ക്. ഇവിടെ ഉണ്ടായിരുന്നു. ഈ പഴയും തടവും അച്ഛൻ ആദ്യത്തെ സംഭവമല്ല. പക്ഷെ ഈ കാര്യം ചോദിക്കുന്നത് അച്ഛൻ ഒട്ടും ഇഷ്ടമല്ല. എന്റെ മാഷേ, ഈ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കുടിയൊന്ന് കുറച്ചുകൂടെ? രാജേന്ദ്ര മാസ്റ്റർക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഇല്ലേ? ചെല്ല് ചെല്ല്. ഗുഡ് മോർണിംഗ്. ഒപ്പിടാൻ വരട്ടെ. കുട്ടികൾക്കൊരു മാതൃകയായില്ലെങ്കിൽ വേണ്ട, അവർക്ക് തെറ്റായ വഴി കാണിച്ചു കൊടുക്കാതിരിക്കെങ്കിലും ചെയ്തൂടെ മാഷേ? അങ്ങനൊരു പരാതി ഏതെങ്കിലും അധ്യാപകരോ രക്ഷിതാക്കളോ വിദ്യാർത്ഥികളോ മാസ്റ്റോട് പറഞ്ഞു? എന്നല്ല, പിന്നെ മാഷ് 4 മണി വരെ പുണ്യാളനും അത് കഴിഞ്ഞ എംബോക്കിയുമാണെന്ന കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല എന്നാണോ? മാഷേ, മോളിൽ നിന്ന് ആക്ഷൻ എടുക്കാൻ പറഞ്ഞൊരു നോട്ടീസ് വന്നാ തടഞ്ഞു നിർത്താൻ എന്നെ കൊണ്ടാവില്ലാട്ടാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. വേണ്ട മാസേ, മാസക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. സ്കൂൾ ടൈം കഴിഞ്ഞ മനുഷ്യനെ മനസ്സിലാക്കുന്ന സാധാരണക്കാരുടെ കൂടെ പൂരപ്പറമ്പിലിരുന്ന് ചീട്ട് കളിക്കുന്നതും 2 പെഗടിക്കുന്നതുമാണ് ഇത്ര വലിയ തെറ്റെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. സത്യനാഥൻ മാഷേ, എന്നാലും എന്നും ഇങ്ങനെ കള്ളുടിക്കണം മാഷേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്നും ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. എന്താണെന്നറിയില്ല, കള്ളു കുടിക്കാന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യ. സസ്പെൻഷൻ എഴുതി കൈ കൊടുക്ക വേണ്ടത്. ഏത് വകുപ്പില്? എന്തൊക്കെ പറഞ്ഞാലും അയാളെയും അയാളുടെ ക്ലാസ്സും പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരു സൗഹൃദമൊക്കെ വെച്ച് പറഞ്ഞു നോക്കുക എന്നല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഗുഡ് മോർണിംഗ് സർ. അമ്മയുടെ മുന്നിൽ അച്ഛൻ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഐ എം വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചർ ഓഫ് ദി സ്കൂൾ എന്ന്. പക്ഷെ അത് അഹങ്കാരം കൊണ്ടാണെന്ന് അമ്മ മറുപടിയും പറയും. മലയാളത്തിന്റെ പ്രിയ കവി ശ്രീകുമാരൻ തമ്പി കാലത്ത് ഉപമിച്ചത് കാമുകനോടാണ്. കേട്ടിട്ടില്ലേ? കാലമൊരജ്ഞാത കാമുകൻ, ജീവിതമോ പ്രിയ കാമുകി, കനവുകൾ നൽകും കണ്ണീര് നൽകും, വാരിപ്പുണരും വലിച്ചെറിയും. ഇന്ന് വരെ ഒരു കാമുകനും കാമുകിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് കാമുകിക്ക് കാമുകനെ. കാലവും അതുപോലെ. അതുകൊണ്ടാണ് പ്രേമവും കാലവും ഒരു പ്രഹേളികയാണെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നറിഞ്ഞിട്ടും ഒരാൾക്ക് വേറൊരാളോട് പ്രേമം തോന്നാൻ കാരണം എന്താ മാഷേ? അത് തലച്ചോറിൽ ഫിനൈലെത്തലാമിൻ എന്ന് പറഞ്ഞ രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഫിനൈലെത്തലാമിൻ എന്ന് പറയുന്നത് എൻഡോർഫിൻ പോലൊരു മയക്കുമരുന്നാണ്. ഉദാഹരണത്തിന്, സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ, അയാളുടെ സിരകളിൽ മദ്യക്കുപ്പിയുടെ രൂപം, നിറം, രുചി, ഈ ആലോചനകൾ പോലും ഈ എൻഡോർഫിൻ്റെ അളവ് കൂട്ടുന്ന പറയുക. അതുപോലെ ഇഷ്ടം തോന്നുന്ന പെണ്ണിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരുവന്റെ ശരീരത്തിലെ ഫിനൈലെത്തലാമിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ ഉത്കണ്ഠയുണ്ടാവും, ശരീരം വിയർക്കും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം വരും. അതുകൊണ്ടാണ് യൂസഫലി കേച്ചേരി പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്ന് പാടിയത്. ഓമർക്കയാൻ പാടിയതും കേട്ടിട്ടില്ലേ? സ്കൂളിൽ അച്ഛൻ നല്ല മാഷ തന്നെയായിരുന്നു. പക്ഷെ എനിക്കതിന്റെ ഗുണമൊന്നും കിട്ടിയില്ല.